ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ പുതിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ കൊണ്ട് ബോറടിപ്പിക്കാനല്ല, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ പറയാനാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു യാത്ര പോവുകയാണ്, ട്രെയിനിലാണ് എന്താണെന്നുള്ളത്. അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങനെ പ്രത്യേകിച്ച് നടക്കാറില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് പോയത് വെച്ചാൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എനിക്കിവിടെ ഒരു ജോബായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്കെന്ന് വെച്ചാൽ IT ബാങ്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ പോയി ജോയിൻ ആക്കി. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നല്ല ജോബാണ് കേട്ടോ. ജോബൊക്കെ പിന്നെ റൂം നോക്കാനായിരുന്നു ഏറ്റവും പാടാട്ടോ കേട്ടോ. നമ്മുടെ ഈ ഒരു എറണാകുളം പോലുള്ള സിറ്റിയിൽ ഒരു റൂം കിട്ടുക, അക്കോമഡേഷൻ ഉള്ളപ്പോഴത്തേക്ക് അക്കോമഡേഷൻ ഇല്ല. അപ്പോൾ അക്കോമഡേഷൻ ഇല്ലാതെ റൂം നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് കേട്ടോ. അപ്പോൾ റൂം ഫസ്റ്റ് നോക്കിയത് വലിയ ബഡ്ജറ്റ് കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ ഫസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഒരു റൂം നോക്കിയപ്പോഴത്തേക്ക് ഒരു വൃത്തിയില്ല സംഭവം എന്ന് പറഞ്ഞാൽ. കുറേ എന്താ പറയുക, റൂം നമ്മൾ നോക്കിയത് പുറമെ നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു, കാണാനൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മൾ എന്തോ ഈ ഇതിനകത്ത് കയറുമ്പോഴാണ് ഒരു വൃത്തിയില്ലാത്ത എന്തോ കയറുമ്പോൾ പോലും എന്ന് പറഞ്ഞാൽ ചവറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കര ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലം. അവിടെ വൃത്തിയുടെ കേസ് എന്ന് പറഞ്ഞാൽ വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല. അവർ ഒരു റൂം കാണിച്ചെന്ന് പറഞ്ഞാൽ കുറേ ചോറ്, എന്തോ ഈ മുട്ടയുടെ ലൈസിൻ്റെ കവർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, പിന്നെ എന്തൊക്കെയോ ചവർ സാധനങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഞങ്ങൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റൂമായിരുന്നു കേട്ടോ. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ വർക്കിന് പോയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വേറെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെന്ന് നോക്കി. അപ്പോൾ അവിടുത്തെ റൂമെന്ന് പറയുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ക്ലീനാണ്, നീറ്റാണ്, ഹൈജീനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു റൂമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കൊഴിഞ്ഞ മുറിയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് റൂമാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു 4 പേരുണ്ടാവും, 4 പേരുണ്ട്, ഒരു റൂമിൽ 4 പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുഡ് ഇല്ലാതെ റൂം മാത്രമാണ് റെന്റ് കൊടുത്തിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ലൈഫ് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ റൂമിലുള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഓണേഴ്സ് 2 പേരാണ് കേട്ടോ. അപ്പോൾ അവർ നല്ല കാര്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്ക് അവരും ഓക്കെയാണ്. അപ്പോൾ അവർ നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ ദിവസം എനിക്ക് നല്ല വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം ഈ റൂം അന്വേഷണമുള്ള ഓട്ടോ ആയിരുന്നു. കാരണം ഇവിടെ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു റൂം കിട്ടാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. ഇപ്പോൾ ഈ കോളേജൊക്കെ തുറന്ന ടൈം ആയതുകൊണ്ട് അവൈലബിലിറ്റി കുറച്ച് കുറവായിരിക്കും. എന്ന് പറയുന്നത് നമുക്ക് വലിയ ബഡ്ജറ്റിലൊന്നും എടുക്കാൻ പറ്റത്തില്ല, ചെറിയ ബഡ്ജറ്റിലേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു പൈസയ്ക്കാണ് നമുക്ക് അങ്ങനെ റൂം നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല ഹൈജീനാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് എൻ്റെ ലൈഫിൽ. പിന്നെ പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫെസിലിറ്റീസ്, പിന്നെ ഷോപ്പ്, മാർക്കറ്റ്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇവിടുന്ന് കഷ്ടപ്പെടേണ്ട. പിന്നെ ഇവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ജോലി ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയ എന്തെങ്കിലും വീഡിയോസ്, പുതിയ കണ്ടന്റായിട്ട് ഞാൻ വരും. പുതിയ വീഡിയോസ് എനിക്ക് നിങ്ങളൊക്കെ ഒരുപാട് മിസ്സായി, ഞാൻ ഒരിക്കൽ കൂടെ പറയണം, ഒരുപാട് മിസ്സായി. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവർ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഞാൻ ഒരിക്കൽ കൂടെ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. ജോലിയുടെ ഭാഗമായിട്ട് താടി ഉണ്ടായിരുന്നതെല്ലാം ആകെ അങ്ങനെ വലിയ താടി അങ്ങനെ ഇല്ല, ചെറിയ തടി. അപ്പോൾ അങ്ങനെ ഷേപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നു താടി പോയപ്പോഴത്തേക്ക്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും.